അപ്പോൾ വേണു PT തോമസും കൂടെ ഒരിക്കൽ ഊട്ടിയിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് പോകുന്ന നേരത്ത് ഇങ്ങനെ ഞങ്ങളിവിടെ വന്ന കാര്യം ഇങ്ങനെ മറ്റുള്ളവരോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ അന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ആളുകൾ ആശ്രമങ്ങളിൽ വന്നിട്ട് വരുന്നത് അപമാനകരമായി അനുഭവിച്ചിട്ടായിരിക്കും പറയരുതെന്ന് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവർ ഒളിവിലിരുന്ന ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. അന്ന് അവരെ താമസിപ്പിച്ചു എന്നറിഞ്ഞാൽ തന്നെ നമ്മളെയും അറസ്റ്റ് ചെയ്യാവുന്ന കാലത്താണ്. പക്ഷെ ഇത് അങ്ങനത്തെ ധാരണയില്ല. അപ്പോൾ അത് ആ ഒരു ഒറ്റ വശത്തൂടെ മാത്രമായിരുന്നു അന്ന് കാണുകയും കേൾക്കുകയും ചെയ്തത്. അതുപോലുള്ള ഡിസ്കഷൻസ് നടക്കുന്ന കാരണം കൊണ്ട് ഈ ഹ്യൂമനിസ്റ്റ് നോണാർക്കി എന്ന് പറയുന്ന വിഷയം ഡിസ്കഷന് വന്നപ്പോഴാണ് മാർസിൻ്റെ പുസ്തകങ്ങളൊക്കെ കുറേശ്ശെ വായിക്കാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും, അതുപോലെ തന്നെ പ്രൂതോൺ എന്ന് പറഞ്ഞ് ഈ മാർസ് തന്നെ വിമർശിച്ചിട്ടുള്ള ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അയാളുടെ പുസ്തകം എഴുതിയെടുത്ത് വായിക്കുകയും അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നിടത്തെത്തി. അപ്പം ഫിലോസഫി ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് പ്രൂതോൺ എഴുതിയത്. അപ്പോൾ അത് മാർക്സ് അതിനെ വിമർശിച്ച് പോവർട്ടി ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടന്ന് ഡിസ്കസ് ചെയ്യുന്ന കാരണം ഈ ഹ്യൂമനിസ്റ്റ് നോണാർക്കി എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ അദ്ദേഹം വയ്ക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുറച്ച് കാലഘട്ടമുണ്ട്. ആ സമയത്ത് ആണ് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ്റെ മേഖലയിലൂടെ ഗുരുകുലത്തിനകത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത്. അതുവരെ തിയറട്ടിക്കലായിട്ട് വല്ലപ്പോഴും ഒരു കഥ എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസംഗം നടത്തുകയോ ചെയ്യുന്നതായിട്ടല്ലാതെ മറ്റു തരത്തിലൊരു ആക്റ്റീവായ നാട്ടിലെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്ന സാധനം ഗുരുകുലത്തിനകത്ത് അതൊരു ലേണിംഗ് സെൻറ്റർ എന്നുള്ള നിലവാരത്തിൽ, പഠന കേന്ദ്രം എന്നുള്ള നിലവാരത്തിലേ നിന്നിട്ടുള്ളൂ. അതല്ലാതെ ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ യുക്തികൾ അതിനകത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ഏരിയ ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ ഈ പൊളിറ്റിക്കലി മറ്റൊരു തരത്തിൽ കോൺഷ്യസ് ആയിരുന്ന ഒരു ഏരിയ ഉള്ളത് കൊണ്ട്, കാരണം ഈ ലോകത്തിനെപ്പറ്റി ആലോചിക്കുകയും അവിടെ അല്ലാതെ വ്യക്തിഗതമായ മോചനത്തിൻ്റെ യുക്തികളിനകത്തല്ല ഞാൻ ജീവിച്ചിരുന്ന മുഴുവനും. അവിടെ ചെന്ന് പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതല്ലാതെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന വശമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അന്വേഷിക്കുന്നതാണ്. ആളുകൾക്ക് അവരുടെ ജീവിതത്തിനകത്ത് എന്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു മേഖല നിത്യനേതിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതും അതിന് അനുസരിച്ചിട്ടുള്ള ലേഖനങ്ങൾ എഴുതുകയും. അപ്പോൾ കേരളത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇടപെടുക എന്ന് പറയുന്നൊരു പണി അദ്ദേഹത്തിനില്ല. അദ്ദേഹം അന്യരാജ്യങ്ങളിലെല്ലാം പോയി പഠിപ്പിക്കുകയും അവിടുത്തെ ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം നാട്ടിൽ വരുന്ന സമയത്താണ് ഇടപെടുന്നത്. ആ ഇടപെടുക എന്ന് പറയുന്നത് കൂടുതലും സംഭവിച്ചിട്ടുള്ളത് ഈ വർക്കല കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം അവസാനം ഒരു 7 ദിവസം ഉണ്ടാകുന്ന ഒരു തുടർച്ചയായിട്ട് ഒരു പേപ്പർ അവതരിപ്പിക്കുക, ആൾക്കാരുമായിട്ട് സഹകരിച്ച് സംസാരിക്കുക, ക്ലാസ്സുകൾ എടുക്കുക, ഇതെല്ലാം പറയുന്ന ഒരു ശിവഗിരി തീർത്ഥാടനത്തിന് തൊട്ട് മുമ്പ് ഉള്ള 7 ദിവസമാണ് അദ്ദേഹം അത് ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഗുരുകുല ബന്ധുക്കൾ എന്ന് പറയുന്ന ഗുരുകുലത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമായിട്ടാണ് അന്ന് അതിനെ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ ചെയ്തിരുന്ന ആ ഒരു ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഡിസ്കഷൻസ് എല്ലാം വരും. അപ്പോൾ അതിനകത്ത് പേപ്പർ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ വർഷവും ഗുരുകുലത്തിനകത്തുള്ള ആളുകളും അതുപോലെ തന്നെ പുറത്ത് ഇതുമായിട്ട് ഈ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിജീവികളായ ആൾക്കാരെ വിളിച്ചു വരുത്തി അന്ന് അവിടെ ഒരു പേപ്പർ അവതരിപ്പിച്ച് അതിൻ്റെ മേളിൽ ഡിസ്കഷൻ നടത്തുക എന്ന് പറയുന്നതാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ആ ചെയ്തിരുന്നത് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെയാണ് എല്ലാ ഗുരുകുലത്തിനകത്തും നാരായണ ഗുരുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം ആഘോഷിക്കുന്ന യുക്തി ഗുരുകുലത്തിനില്ല. ഗുരുകുലത്തിന് ഓരോ ഗുരുകുലവും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു യുക്തിയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് പല മാസങ്ങളിലും പല സമയങ്ങളിലായിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുരുകുലത്തിനകത്തും മറ്റുള്ളിടത്തു നിന്ന് അവിടെ എത്തിച്ചേരുകയും
അവിടുത്തെ ആ ഗുരുകുലം സജീവമായിട്ട് നിലനിർത്തുന്നതിന് അത് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു ഗുരുകുലത്തിൻ്റെ ഡിസൈനിനകത്തുണ്ടായിരുന്ന ഒരു കൊള്ളാവുന്ന കാര്യമായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം മറ്റല്ലെന്നുണ്ടെങ്കിൽ ആചാരം മാത്രമായിട്ട് ഒരു ജനിച്ച ദിവസത്തിന് എന്തോ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്ന നിലവാരത്തിലല്ലാതെ അത് ചെയ്യാനൊക്കെ അതിന് കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഗുരുകുലത്തിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഇന്നും മനുഷ്യർക്ക് ആലോചിക്കാവുന്ന അതും കൊള്ളാവുന്നതായിട്ടുള്ള 1-2 വശങ്ങൾ അതിനുണ്ട്. അത് പഠിക്കാൻ വരുന്ന ആളുകൾ പഠിക്കാൻ വന്നതാണോ അല്ലയോ എന്ന് പോലും ചോദിക്കാതെ ഒരു ആൾ ഗുരുകുലത്തിലേക്ക് കടന്നു വന്നാൽ 3 ദിവസത്തേക്ക് അവരെന്തിനാണ് വന്നതെന്ന് ചോദിക്കരുത് എന്ന് പറയുന്ന അതൊരു നിയമമായിട്ട് എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഗുരുകുലത്തിനകത്ത് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. അത് നടരാജ ഒരു ഡിസൈൻ ചെയ്ത ഒരെണ്ണമാണ്. കാരണം ഒരാൾക്ക് ഓടി വരാനായിട്ടുള്ള അവകാശം ഉണ്ടെന്നും വന്നാലേ അയാൾ ചിലപ്പോൾ പലതരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ കഴിയുന്നുണ്ടാകത്തില്ല. നിങ്ങളെന്താണ് വന്നതെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ തന്നെ അയാൾക്ക് കഴിയില്ല, അത് പറയാൻ കഴിയാതെ പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് അയാൾക്ക് ആദ്യം സ്വാസ്ഥ്യം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ചോദിക്കരുത്, അത് അയാൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പം 3 ദിവസം പിന്നെന്താണ് വന്നതെന്ന് ചോദിക്കാം എന്നാണ്. അപ്പോൾ ആശ്വാസമായി. എന്നാൽ ഇനിയും ചോദിച്ചിട്ട് അയാളുടെ ഉദ്ദേശം എന്താണ്, അവിടെ ഗുരുകുലത്തിന് ചേരാൻ വന്നതാണോ അതോ ഗുരുകുലത്തിനകത്തേക്ക് അപ്പോഴത്തെ ഒരു ആശ്രയത്തിന് ഓടി വന്നതാണോ അല്ലെങ്കിൽ ഒരു വിഷമം വന്നപ്പോൾ വന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ചെയ്യാം, കേട്ടാൽ മതി എന്നുള്ള നിലവാരത്തിൽ ഒരു സ്ഥാപനം ആലോചിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതെന്നും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ജീവിച്ചിരുന്ന വീടുകളിനകത്ത് ഞാനിത് കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. വരുന്ന ആളുകളെ സ്വീകരിക്കുക, അവരുടെ അടുത്ത് അവർ പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാം, അവർ പറയുന്നില്ലെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സ്പേസ് കൊടുക്കേണ്ടതുണ്ട്. ഇത് ഏത് സ്ഥാപനം ഉണ്ടാക്കിയാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പൊതുവായി സ്വീകരിക്കാവുന്ന ഒരു വളരെ നല്ല എന്താ പറയണ്ടേ വർക്കബിളായിട്ടുള്ള പൊസിഷനാണത്. അത് ഗുരുകുലത്തിൽ നിന്ന് എല്ലാവരും പഠിക്കാവുന്ന ഒരെണ്ണം. അത് എന്നും റെലവൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും ചെയ്യാവുന്ന ഒരു മേഖലയാണത്. അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുന്ന ആളിനെ മനസ്സിലാക്കി അവരോടൊത്ത് നിന്നുകൊണ്ട് അവരോട് പിന്നീട് അവരുടെ ആവശ്യങ്ങൾ നോക്കുക. അവർക്ക് നമ്മളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ അവർ വിട്ടുപോകാൻ ആവശ്യപ്പെടാം. പക്ഷേ അതേ സമയത്ത് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ഉണ്ടാക്കുന്ന ഇടമായി അത് തുടരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഈ നിലപാട് ഞാൻ പറഞ്ഞാൽ ഗുരുകുലത്തിൻ്റെ മാത്രമല്ല ഏത് സ്ഥാപനത്തിനും സാധ്യമായ ഒരു കൊള്ളാവുന്ന വശമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള മേഖലകൾ ഉണർന്നു വരുന്നുണ്ട് ഗുരുകുലത്തിനകത്ത്. അതുവരെ ഇല്ലാതിരുന്ന മറ്റേ ഗുരുകുലത്തിനകത്തെ വിഷയങ്ങളും അതിൻ്റെ ഫിലോസഫികളും മാത്രം പഠിച്ചുകൊണ്ടിരുന്നിടത്താണ് ഈ ഹ്യൂമനിസ്റ്റ് നോണാർക്കി എന്ന് പറയുന്ന കാര്യം ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ഡിസ്കഷൻ, അത് പൊളിറ്റിക്കലായിട്ടുള്ള വശങ്ങളുള്ള ഒരു കാര്യമായി മാറുന്നുണ്ട്. അതിനകത്ത് വർഷങ്ങളോളം എടുത്ത് പ്രാക്ടീസ് ചെയ്യാതാണ് അങ്ങനത്തെ ഒരു അറൈവലും കൺക്ലൂഷൻസും ഒക്കെ അന്ന് ഉണ്ടാക്കിയെന്നൊക്കെ കാണാം. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും ഗുരുകുലത്തിൻ്റെ ഫ്രെയിം, അതുവരെ ഉണ്ടായിരുന്ന ഫ്രെയിമിനെ ബ്രേക്ക് ചെയ്തിട്ട് നടത്തിയ ഒരു എക്സർസൈസ് ആയിരുന്നത്. ഇത് കേരളത്തിനകത്തെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ചിന്തിക്കുന്ന ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കുന്നതിനും അവിടെ വരികയും സംസാരിക്കുകയും ചെയ്യുന്നതിനും അത് കാരണമായി മാറുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ ഗുരുകുലത്തിലെല്ലാ ന്യൂസ് പേപ്പറുകളും മലയാളമായാലും ഇംഗ്ലീഷായാലും കുറേ വരുന്നുണ്ടാവും. അപ്പം അതിനകത്തൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും വായിച്ച് ഒരു നാടെങ്ങോട്ടാണ് പോകുന്നത്, നാട് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കുന്ന ഒരു വശുവാനുണ്ട്. അതിനകത്ത് അത് ഒരു ഡിസ്കഷന് വരും. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരായിരിക്കുന്ന ആൾക്കാർ അത് ഡിസ്കസ് ചെയ്യുന്നത്. പല ആശ്രമങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈ നാടുമായിട്ടുള്ള കംപ്ലീറ്റ് വിട്ടുപോകുന്ന ഒരു ലോകം അതിനുണ്ട്. ഒരിക്കലും സോഷ്യലായിട്ടുള്ള അല്ല സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മേഖലകളെ തുറന്ന് നോക്കുന്ന പണിയേ ഇല്ലാതെ വേറൊരു ലോകത്ത് തന്നെ ജീവിക്കുന്നവരായിട്ട് അവർ മാറിപ്പോകും. അതൊരിക്കലും ഗുരുകുലത്തിനുണ്ടായിട്ടില്ല. ഗുരുകുലത്തിനകത്ത് എപ്പോഴും ഇത്തരത്തിലുള്ള അത് ഇരിക്കുന്ന സ്ഥാപനവും അതിരിക്കുന്ന സ്ഥലവും അതിന് ചുറ്റുപാട് നടക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി കോൺഷ്യസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ഉണർവ് അതിനകത്തുണ്ട്, ആ പഠനവും അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അത് തുടർന്ന് വരുന്ന ഒരു മേഖലയ്ക്കകത്താണ് ഞാൻ പിന്നെ അങ്ങോട്ട് ജീവിക്കുന്ന ഒരു 2-3 വർഷം എന്ന് പറയുന്നത് വളരെ സജീവമായി ഈ നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച്, ഞാനും നിത്യനീതിയും മുനിനാള പ്രസാദും എല്ലാമായിട്ട് ചേർന്ന് ചെയ്യുന്ന പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒന്ന്, ഞാൻ പറയുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയത്തിനകത്തേക്ക് നോക്കാൻ പ്രേരിപ്പിച്ച ഒരു പുസ്തകമല്ല, ഒരു 3 പുസ്തകം ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ എനിക്ക് തരുന്നുണ്ട്. അത് പൗലോ ഫ്രെയറുടെ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ആശയം വെച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് എഴുതപ്പെട്ട പുസ്തകങ്ങൾ. അപ്പോൾ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കുക, അവിടുത്തെ ആളുകൾ തമ്മിലുള്ള ജീവിതത്തിനകത്ത് മാർക്സിസം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് മുഴുവനും സ്വീകരിക്കുക, എന്നാൽ ആന്തരികമായി ആത്മാവെന്ന് പറയുന്ന ഒരു സങ്കല്പം നിലനിർത്തി അതിൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കോൺഫ്ലിക്റ്റ് വരേണ്ട കാര്യമില്ല എന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു പോയിൻ്റാണത്. അപ്പോൾ ഇത് രണ്ടും, മാർക്സിസവും വിമോചന ദൈവശാസ്ത്രം എന്നതാണ് ലിബറേഷൻ തിയോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരികൾ ആത്മാവിനെ മോചിപ്പിക്കുന്നതാണെന്നും കാർമാസിൻ്റെ വരികൾ മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണെന്ന് പറയുന്ന, ഇതിനെ ഒന്ന് ഇണക്കി പറയാൻ കഴിയുന്ന നിലവാരത്തിൽ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യാഖ്യാനമാണ് ഈ ഫ്രെയറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. അപ്പോൾ ആ ഫ്രെയിം വർക്കിനകത്ത് എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള അവിടുത്തെ ലിബറേഷന് വേണ്ടി അവിടുത്തെ രാജ്യത്തിനകത്ത് നടക്കുന്ന ഗറില്ല വാർഫെയർ അതുപോലുള്ള സാധനങ്ങളിനകത്തൊക്കെ അഭിപ്രായങ്ങൾ പറയും. അവിടുത്തെ ആൾക്കാർ വിമോചിപ്പിക്കാൻ, അവിടുത്തെ കൊളോണിയലായിട്ടുള്ള ഭരണത്തിനകത്തു നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഫാസിസ്റ്റായിട്ടുള്ള ഗവൺമെൻറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാനൊക്കെ നടക്കുന്ന സമരങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് നല്ല ഒരു ക്രിസ്തീയ പുരോഹിതനായിരിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരാശയമാണ് അതിനകത്തുള്ളത്. അപ്പം ഇത് വളരെ എന്താ പറയുക, ഗുരുകുലത്തിലൊക്കെ ജീവിക്കുന്നവരും വേദാന്തമൊക്കെ പഠിച്ചിരിക്കുന്നവരും ഒക്കെ ആയിരിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അത് വായിച്ചാൽ വളരെ സമാനമായിട്ട് അത്തരത്തിലുള്ള താല്പര്യങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ട്യൂൺ ചെയ്യും. അപ്പം അങ്ങനെ ആ പുസ്തകം എന്നെ, ഈ 3 പുസ്തകം ഞാനിത് വായിക്കുന്ന സമയത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഈ കേരളത്തിനകത്ത് നടക്കുന്ന മൂവ്മെൻറ്റുകൾ, അപ്പോൾ അന്ന് കേരളത്തിനകത്ത് നടന്നിരുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഈ സാംസ്കാരിക വേദി പ്രവർത്തനം എന്ന് പറയുന്നത്. അതൊരു ധാരാളം നവീകരണത്തിൻ്റേതായിട്ടുള്ള മേഖലകൾ അതിനകത്ത്, അപ്പം ഗുരുകുലത്തിനകത്തിരുന്ന് നോക്കിയാൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാൻ പറ്റുമെന്നും, അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നത്, അതേപോലെ തന്നെ ജനാധിപത്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്, അതുപോലെ എല്ലാ കലകൾ, സിനിമ, ഇതിനകത്തൊക്കെ മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രവൃത്തിയാണ് ഈ സാംസ്കാരിക വേദി എന്ന് പറയുന്നത്. അത് യൂറോപ്പിലും ഒക്കെ നടന്നിട്ടുള്ള നവോത്ഥാനത്തിൻ്റെതായിട്ടുള്ള അലയൊലികൾ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ അതിനൊരു പൊളിറ്റിക്കൽ മാനമുണ്ട്. ആ പൊളിറ്റിക്കൽ മാനവും കൂടെ ചേർന്നിട്ടാണ്. അപ്പം മാർക്സിസവുമായി ബന്ധപ്പെട്ട്, മാർക്സിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ആ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ CPI ആയിട്ട് ബന്ധപ്പെട്ടോ അല്ല നിന്നിരുന്ന, അതുപോലെ നക്സലേറ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്നവരിൽ നിന്നും മാറി ഒരു സാംസ്കാരിക മേഖലയിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ഈ പറയുന്ന സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരെണ്ണം. അപ്പോൾ അത് ഈ ജനാധിപത്യത്തിന് വേണ്ടി കേരളത്തിനകത്ത് നടന്ന ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു ഏകോപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഏകോപനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു വലിയ സംഘം ആൾക്കാരാണ്. പല കോളേജിലെ അധ്യാപകർ തൊട്ട് വിദ്യാർത്ഥികൾ വരെ ഉള്ള ആൾക്കാരുടെ ഒരു വലിയ സംഘമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ എഴുത്തും പ്രവർത്തനവും വായനയും ഒക്കെ നമുക്ക് നോക്കിയാൽ, പോസ്റ്റർ എഴുതുന്നതും ഭിത്തിക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററൊക്കെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന രീതി മാറിപ്പോയി. മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനകത്ത് പണ്ടേ തൊട്ട്
സ്ഥിരം ആളുകൾ പാടി നടക്കുന്ന പോലുള്ള മുദ്രാവാക്യങ്ങളാണ് ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് രൂപപ്പെട്ട കുറേ മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങൾക്കൊക്കെ തന്നെ അതിങ്ങനെ എന്താ പറയണ്ടേ, ആചാരം പോലെ പാടുന്നിടത്ത് എത്തുന്നത് ബ്രേക്ക് ചെയ്തിട്ട് കവിതകളൊക്കെ ഉപയോഗിക്കുക. ഇപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ എഴുതിയിട്ടുള്ള കവിതകൾ, ബാലേന്ദ്രൻ തന്നെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ആളുമാണ്. അതുപോലെ കടമ്മനിട്ട ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാവരും ഇൻസ്പയർ ചെയ്യപ്പെടുന്ന നിലവാരത്തിലുണ്ടായിരിക്കുന്നത്. അതുപോലെ പഴയ കവിതകളൊക്കെ തന്നെയായാലും ശരി, അതെല്ലാം എടുത്ത് പുതിയതായി അതിനെ ഒരു പുതിയ ഭാവുകത്വം, അങ്ങനെയാണത് പറയേണ്ടത്, ഒരു ഭാവം, മനുഷ്യരുടെ അതിനെ പറ്റിയുള്ള സെൻസിബിലിറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുത്തുന്ന, അത് അന്നത്തെ സിനിമകളിലൊക്കെ ഈ പാരലൽ സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടന്നിട്ടുള്ള സമരം, അതേപോലെ തന്നെ ഈ 70കളിനകത്ത് ലോകവ്യാപകമായി നടന്നിരുന്ന ഹിപ്പി മൂവ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആയിട്ട് വന്ന ഒരു പുതിയ സെൻസിബിലിറ്റി രൂപപ്പെടുത്തുന്ന ഒരു കാലമാണ് ഈ 70കളെന്ന് പറഞ്ഞ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ച് വന്നത് ഈ സാംസ്കാരിക വേദി പ്രവർത്തനമാണ്. അപ്പോൾ അതിനകത്ത് സച്ചിദാനന്ദൻ, ബി രാജീവൻ, ടി കെ രാമേന്ദ്രൻ, കവിയൂർ ബാലൻ, ഇങ്ങനെ ടി എൻ ജോയ്, ഇങ്ങനെയുള്ള ആളുകളായിരുന്ന ആ ഒരു ഇതിനകത്തെല്ലാം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് കഴിഞ്ഞ ഭാസുരേന്ദ്ര ബാബു, ഇവരൊക്കെ ഇങ്ങനെ അതിനകത്തെല്ലാം പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പം അവർ നക്സലേറ്റ് പാർട്ടിയിൽ നിന്ന് വിടുകയും എന്നാൽ അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറിയിട്ടില്ലാത്ത ഒരു എക്സർസൈസ് ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരേ സമയത്ത് തന്നെ നക്സലേറ്റ് പാർട്ടി സ്വാധീനം ചെലുത്തിയിരുന്നു, എന്നാൽ ഇതിനൊരു സാംസ്കാരിക മുഖമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുവിധമുള്ള സാഹിത്യകാരന്മാരും കവികളും ഈ ചിത്രകാരന്മാരും എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. പലതരത്തിലാണ് അവരുടെ ആ ഇൻവോൾവ്മെൻ്റ്. അത് ഡ്രാമയൊക്കെ വളരെയധികം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ സാംസ്കാരിക വേദിയുടെ തന്നെ മുന്നിൽ ഉണ്ടായിട്ടുള്ള നാടകങ്ങളുണ്ടായിരുന്നു, തെരുവ് നാടകങ്ങളുണ്ടായിരുന്നു. ഒരു നമുക്കിന്ന് ഇപ്പോൾ കേരളത്തിൽ കാണാത്തതായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായ ഒരു കാലമാണ് ആ സമയത്ത്. ഇതിൻ്റെ അലയൊലിയൊക്കെ ഞാനിരിക്കുന്ന ഗുരുകുലത്തിൽ വരെ കടന്നു വരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എഴുതുന്ന അന്ന് ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതുന്നുണ്ട്, പക്ഷേ ആരും പ്രസിദ്ധീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ എഴുതുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ ബുക്കിനകത്ത് ഞാനിങ്ങനെ എഴുതുന്ന ഒരു ബുക്കിനകത്ത് ഞാനതിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഈ അകത്തേക്ക് ഇത് കടന്നു വന്ന് എന്നെ സ്വാധീനിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ പുസ്തകം വായിക്കുന്ന കാരണം കൊണ്ട് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ലിബറേഷൻ തിയോളജിയുടെ പൗലോ ഫ്രൈറിൻ്റെ പുസ്തകം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് സാംസ്കാരിക വേദി പ്രവർത്തകരായിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും തലശ്ശേരിയിലെ പി സി രവിയും അതുപോലെ കവിയൂർ ബാലനും എല്ലാം ആണ്. അപ്പോൾ അതിനകത്ത് രവിയാണ് എൻ്റെ അടുത്ത് വന്ന് ഈ പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ അവരുമായിട്ടുണ്ടാകും. അത് ആ ഒരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഗുരുകുലം എന്ന് പറയുന്നതിന് ആളുകളുമായി ഇടപെടുന്ന ഒരു മേഖലയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ട്. ആകെപ്പാടെ ഈ എല്ലാ വർഷവും അവസാനം കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്ന ഒരു കണക്ഷൻ അല്ലാതെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിനകത്ത് നിത്യചൈതന്യതി എന്ന് പറയുന്ന ഒരാൾ ഒറ്റയ്ക്കിരുന്ന് എഴുതുന്ന ചില ലേഖനങ്ങൾ മാത്രമാണ്. അത് കലാകൗമുദിയിലോ അല്ലെന്നുണ്ടെങ്കിൽ മാതൃഭൂമിയിലോ പ്രസിദ്ധീകൃതമായെന്നുകൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു വശമേ ഉണ്ടാകാറുള്ളൂ. അത് തന്നെ ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന വർഷ അവസാനം ഡിസംബർ ഒരു 20-21 അത് ആരംഭിക്കുന്നത്. ആ സമയത്ത് യതി അവിടേക്ക് എത്തിച്ചേരുമ്പോൾ കണ്ണൂരിൽ നിന്ന് യാത്ര, ഊട്ടിയിൽ നിന്ന് ഇറങ്ങി കണ്ണൂരിൽ നിന്ന് ഇറങ്ങി കണ്ണൂർ വന്ന് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു 10-15 സ്ഥലത്ത് ചിലപ്പോൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ. അപ്പോഴാണ് ഒരു ഓളം ഉണ്ടാവും കേരളത്തിനകത്ത് ഇങ്ങനെ യതി സംസാരിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പത്രത്തിനകത്ത് പല റിപ്പോർട്ടുകൾ വന്ന് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചങ്ങ് ഊട്ടി പോകും. പിന്നെ ഒരു കണക്ഷനില്ല, പിന്നെ അടുത്ത വർഷം ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കാര്യമല്ലാതെ ഒരു സ്ഥിരം ഈ ഗുരുകുലത്തിനകത്തെ ആശയങ്ങൾ, അത് ലോകത്തിനെ പറ്റി
അവിടെ ചർച്ച നടക്കുന്നുണ്ടാവും, ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതിനെ പറ്റി ചർച്ച നടക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ടാവും. ഇങ്ങനെ പലതരത്തിലെ വിഷയങ്ങൾ അവിടെ ഗുരുകുലത്തിനകത്ത് പ്രാക്ടീസസിനകത്ത് സ്ഥിരം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളും. പക്ഷെ ഇതൊന്നും തന്നെയും കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിനകത്ത് നടത്തപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നം ഞാനതിങ്ങനെ വല്ലാതെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സമയത്ത് എനിക്കിത് എന്നെ സ്വാധീനിക്കുന്ന നിലവാരത്തിൽ ഞാനിത് ഗുരുകുലത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ തുടരുന്നെങ്കിൽ ഒരു കാര്യമില്ലാത്ത ഒരു അറിവ് നമുക്ക് ഉണ്ട്, പക്ഷെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ ഇല്ല. അപ്പം ഗുരുകുലത്തിനകത്ത് പഠിക്കുക എന്ന് പറയുന്ന യുക്തിയെ സത്യത്തിലുള്ളൂ. നേരത്തെ പറഞ്ഞ ഒരു മിഷനറി പ്രവർത്തനം ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പഠിച്ച മനസ്സിലായ കാര്യം മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ പോകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാനിത് എതിക്ക് എഴുതി അയക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് സിംഗപ്പൂരാണ്. ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് എനിക്കുണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ സാങ്കേതികമായി ഗുരുകുലം നടത്തുന്ന ആളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത്. അപ്പം ഒരു മൂന്നാമത്തെ ആളായിട്ടൊക്കെ അറിയപ്പെടുന്നിടത്തും അങ്ങനെ ഞാൻ യതിയും മുനിനാരായണ പ്രസാദും കഴിഞ്ഞാൽ ഗുരുകുലം നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളെന്നുള്ള നിലവാരത്തിലുള്ള ഒരു ഗുരുകുലത്തിനകത്തൊരു ധാരണയുള്ള തരത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ എഴുതുന്നത് ഇങ്ങനെ ഗുരുകുലത്തിൻ്റെ ഒരു ലോകത്ത് തുടരുന്നതിനകത്ത് ഒരു അർത്ഥശൂന്യത ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് ഈ പൊതുവായ കാര്യങ്ങളും സാമൂഹ്യമായ മേഖലകളിൽ ഇടപെടേണ്ട നീഡുണ്ട്, അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതി അവിടുന്ന് പറഞ്ഞ് എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാത്തിരിക്കുന്ന സമയത്ത് പല ഗുരുകുലത്തിൻ്റെതായ ആക്ടിവിറ്റികളും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അത് സ്ഥിരമായി നടന്നു പോയി. അപ്പോൾ അദ്ദേഹം വന്ന് അപ്പോൾ ഇങ്ങനെ ഞാനിത് വിശദീകരിച്ച് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചു എന്നാന്ന്. അപ്പം ഞാൻ അപ്പോൾ ഞാൻ ഈ ഫ്രെയറിൻ്റെ പുസ്തകം വായിച്ച കാരണം കൊണ്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. മറ്റേ പ്രഭാഷണത്തിൻ്റെതായ യുക്തികൾ മാത്രമായിരുന്നു അതുവരെ എതി ചെയ്തിരുന്നത്. ഒരിടത്ത് ചെന്ന അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം സംസാരിക്കുക, മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു ഇൻട്രാക്ഷൻ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത്, ആളുകളുടെ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇൻട്രാക്റ്റീവായിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു ചെയ്യുമ്പോൾ മാത്രമല്ല ഞാൻ ഒന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഗുരുകുലത്തിൻ്റെ ഫിലോസഫിയും അതിൻ്റെ ആന്തരികമായ ആ ഗുരുകുലത്തിനകത്ത് നടക്കുന്ന എക്സർസൈസിനകത്ത് അവിടെ ജാതിയോ മതമോ ഇല്ലാതെ ആളുകൾ ജീവിക്കാനും അതുപോലെ അവിടെ വരുന്ന ആളുകൾ ആരാണെന്ന് ആ തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ ചെയ്യാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഗുരുകുലത്തിനകത്ത് അതിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മതവിശ്വാസമുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതികളിലൊക്കെ ജനിച്ചു വളർന്നവരൊക്കെ ഒന്നിച്ചവിടെ വന്ന് ജീവിക്കാൻ അതിനെ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ അതിന് കഴിയാറുണ്ട്. പക്ഷെ അതിൻ്റെ പുറത്തുള്ള ഇൻട്രാക്ഷൻസ് ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. നാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ആ കേൾവിക്കാരായി വരിക എന്ന് പറയുന്നത് നാരായണ ഗുരു ഏത് വിഭാഗത്തിലാണോ ജനിച്ചത്, ഈഴവരുടെ ഇടയിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈഴവരായിരിക്കുന്ന ആൾക്കാരാണ് കേൾവിക്കരായിട്ട് 90% വരുള്ളൂ. അത് ഇരുന്ന് പറയുന്ന ആൾ ഇപ്പം എതിക്ക് അങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ജാതിയോടോ മതത്തിനോടോ ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ശിഷ്യന്മാരായിട്ടുണ്ട്. പക്ഷെ ഗുരുകുല ഒരു മീറ്റിംഗ് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു ഇൻട്രാക്ഷൻ വെച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഇൻട്രാക്ഷനെ വിളിക്കുമ്പോൾ നമ്മൾ ആ ഗുരുകുലത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പോയി സംസാരിച്ചാൽ കേൾവിക്കാരായി വരുന്നവർ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതാണ്. അത് പ്രത്യേകിച്ച് ഇഴവ വിഭാഗമാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നതെന്നും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ സ്റ്റേജിലെങ്ങാനും വല്ലവരും കൊണ്ടുവന്ന അങ്ങനെയുള്ളവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാനിത് ഇങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുകുല കൺവെൻഷൻ എന്ന് പറഞ്ഞ് വർക്കല ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ വരുന്നവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്ന് പറയുന്ന ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്ന് പറയുന്ന ഒരു പ്രയോഗം വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു 100 പേര് വരികയാണെങ്കിൽ അതിൽ 5 പേരായിരിക്കും മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നോ ജാതി വിഭാഗങ്ങളിൽ നിന്നോ വരുന്നവർ. ബാക്കി 95%
ഈഴവ വിഭാഗത്തു നിന്ന് വരുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഗുരുകുലത്തിൻ്റെ ഫ്രെയിമിനകത്തില്ല, അതിനെ ചിന്തയ്ക്കകത്തില്ല. അവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെയാണ് ഗുരുകുലം നടത്താൻ. അത് പരമാവധി ശ്രമിക്കുന്നു, അവരങ്ങനെ തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അവരാരെങ്കിലും അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന കുറച്ച് വരുന്ന ആളുകൾ അതിനകത്ത് വന്ന ഉടനെ ഒക്കെ ഉണ്ടാകുന്നുള്ളതല്ലാതെ മറ്റുള്ളവരെയൊക്കെ നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതും അതുപോലെ തന്നെ നാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു മണം അതിനകത്തുണ്ടാകാം എന്ന് യതിയെ പറ്റി പറഞ്ഞാലോ അല്ലെങ്കിൽ നടരാജഗുരുവിനെ പറ്റി പറഞ്ഞാലൊക്കെ അങ്ങനെ വിശദീകരിക്കാം എന്നുള്ളതല്ല. അതിൻ്റെ പ്രാക്ടീസസിനകത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജാതിയായിട്ട് ബന്ധപ്പെട്ടോ ഐഡൻറ്റിഫൈ ചെയ്തത് നിൽക്കുന്നേ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ ഈ ശിവഗിരിയായിട്ടും അതിന് ചേർന്ന് പോകാൻ കഴിയാറില്ല, SNDP ആയിട്ട് അതിന് ചേർന്ന് കഴിയാറില്ല. ഈ രണ്ട് വിഭാഗവും ശിവഗിരിയായിട്ട് അല്പമെങ്കിലും കുറച്ചുകൂടെ ബന്ധമുണ്ട്, വർക്കല ഇരിക്കുന്നതുകൊണ്ട്. SNDP ആയിട്ട് തീരെ ബന്ധമില്ലാതാണ് ഗുരുകുലം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ അതിൻ്റെ പരമാവധി അതിനകത്തു നിന്ന് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേൾവിക്കാരെന്ന് പറയുന്നവർ അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ സാമൂഹ്യമായിട്ട് നിർണീതമാകുക, ഡിറ്റർമിൻഡായിട്ട് നിൽക്കുന്ന മേഖലകളെ പറ്റിയുള്ള എൻ്റെ തിരിച്ചറിവുണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പം നമ്മളുടെ ഇഷ്ടത്തിന് പുറത്താണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒരു സമൂഹത്തിനെ നിർണ്ണയിക്കുന്നതെന്ന് കാണാൻ പറ്റും. വ്യക്തിഗതമായിട്ട് ഒരാൾ ഞാൻ ഇന്ന മതത്തിൽപ്പെടുന്ന ആളല്ലെന്നോ അല്ലെങ്കിൽ ജാതിയിൽപ്പെടുന്ന ആളല്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ ഇന്ന രാഷ്ട്രീയമില്ലെന്നോ പറയുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കേരളത്തിൽ ജനിച്ചു പോയാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർണ്ണയിക്കും നമ്മൾ. അപ്പം ഇത്തരത്തിലുള്ള ധാരണ വരികയും ഗുരുകുലത്തിനകത്ത് നിന്ന് ഞാനിനി എന്തെല്ലാം പറഞ്ഞാലും, ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാലും ശരി, അത് കേൾക്കാൻ വരുന്നത് ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ ഒരു പ്രശ്നമായിട്ട് ഏതിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് അദ്ദേഹത്തിനും മറികടക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഞങ്ങൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാനത് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത് കുറച്ച് ഇൻട്രാക്റ്റീവായിട്ടൊക്കെ സംസാരിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ സജീവമാകുന്നത് വഴി ഈ ഏരിയ കുറച്ച് മറികടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേത് ഒരു വൺ വേ ട്രാഫിക്കിനെ സംസാരിക്കുന്ന സ്ഥലമല്ല. അങ്ങനെയാണ് സ്നേഹസംവാദം എന്ന് പറഞ്ഞ ഒരു പരമ്പര ഗുരുകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കേരളത്തിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആളുകൾ തമ്മിൽ ഇൻട്രാക്റ്റീവായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം ഞങ്ങൾ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ കേൾവിക്കാരെന്ന് പറയുന്നവരെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ആരാണോ എന്ന് നോക്കി ആദ്യമേ തന്നെ കേൾവിക്കാർ ഡിറ്റർമിൻഡായിട്ട് മാറുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ അധികാരവുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഡിവിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇഷ്ടത്തിന് പുറത്താണ് അങ്ങനെ സംഭവിക്കുന്നുള്ളത്. അത് ആരെങ്കിലും പ്രത്യേകിച്ച് അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വരികയുള്ളൂ. അപ്പം ഇത് ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നാരായണ ഗുരു അദ്ദേഹം എഴുതി പ്രഖ്യാപിക്കുന്നുണ്ട്, ഇനി ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനകത്തോ ജാതിയിലോ പെടുന്നതല്ല. അങ്ങനെ എന്നെപ്പറ്റി ആളുകൾ അങ്ങനെ ധരിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന കുറേ പേര് അങ്ങനെയാണെന്ന്, ഞാൻ എന്തോ ഒരു ജാതിയിലോ മതത്തിലോ പെട്ട ആളാണെന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ പുറയിൽ അണിനിരന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിതൊക്കെ വിട്ടിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന എഴുതി പ്രസിദ്ധീകരിക്കാൻ ബാധ്യത അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പം അദ്ദേഹം ഈ പ്രശ്നം കൺഫ്രണ്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു തിരിച്ചറിവ് ഈ ഒരു വർഷം കൊണ്ട് പ്രാക്ടീസസ് കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയാത്തതായിട്ടുള്ള നിർണീതമായ ഒരു ഏരിയ ഇതിനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അത് ബ്രേക്ക് ചെയ്ത് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മേഖലയാണെന്ന് അന്നത്തെ അറിവിൽ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഗുരുകുലത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഗുരുകുലം വിടുക എന്ന് പറയുന്ന നിത്യനേതി എനിക്കൊരു കത്തയച്ച്, നീ ഇങ്ങനെ ഗുരുകുലം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം ഗുരുകുലത്തിൽ നിലനിർത്തേണ്ട കാര്യമില്ല,
അത് നിനക്ക് തിരിച്ചെടുക്കാം. എല്ലാ ജനലും കഥവും എല്ലാം അടച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് സംശയമായി ആരെങ്കിലും മരിച്ചു പോയാണെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ ഈ കഥകളിയൊക്കെ ചെറുതായിട്ട് തട്ടി വിളിക്കുന്നുണ്ട്. അത് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു അപമാനം അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മാത്രമല്ല ഏത് ഇങ്ങനെ കൊടുത്തത് അവരറിയാം, പൊക്കോ ഇവിടെ നിൽക്കല്ലേ, പോലീസ് പിടിക്കും എന്ന് പറഞ്ഞു.